സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതരുടെ കൂട്ടായ്മയായ മൈൻഡ് ട്രസ്റ്റിന്റെ വാർത്താ ബുള്ളറ്റിനായ റീമൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് മുഹസിന തസ്ലീം. ഒപ്പം പെൻഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി 5 അംഗങ്ങൾക്ക് 23,000 രൂപ നൽകാൻ സാധിച്ചു. സ്നേഹസമ്മാനം പ്രൊജക്ടിന്റെ ഭാഗമായി 5,000 രൂപയും വിതരണം ചെയ്തു. പ്രതിനിധി പ്രൊജക്ടിന്റെ കീഴിൽ ഭാരത് MD ഫൗണ്ടേഷനുമായി ചേർന്ന് അംഗങ്ങളുടെ ജനിതക പരിശോധന നടത്തി. ഓരോ അംഗങ്ങളുടെയും രോഗനിർണയം നടത്തി കൃത്യമായ വകഭേദം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. ജനുവരി 15 മുതൽ ആരംഭിച്ച ക്യാമ്പിൽ 61 അംഗങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് 170-ൽ പരം സാമ്പിളുകൾ അയച്ചു. മാർച്ച് മാസത്തിൽ ക്യാമ്പ് പൂർത്തിയായി. സഹയാത്ര പ്രൊജക്ടിന്റെ ഭാഗമായി മാർച്ച് മാസത്തിൽ UST ഗ്ലോബൽ എന്ന കമ്പനിയുടെ CSR ഫണ്ട് വഴി മൈനിലെ 10 അംഗങ്ങൾക്ക് ഇലക്ട്രിക് വീൽ ചെയറുകളും ഒരു പേഷ്യന്റ് ട്രാൻസ്ഫർ ഹോയിസ്റ്റും ഒരു ടോബി ഡിവൈസും വിതരണം ചെയ്തു. നൈപുണ്യ പ്രൊജക്ടിന്റെ ഭാഗമായി കൊല്ലം സ്വദേശിനി സൗമ്യയ്ക്ക് കൊച്ചിയിലെ ഫ്രാഗ്മൺ എന്ന കമ്പനിയിൽ ജോലി ലഭ്യമാക്കി. സുശീലം പ്രൊജക്ടിന്റെ കീഴിൽ പ്രാൺ പ്രോഗ്രാമിന്റെ ഭാഗമായി 8 പേർക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഫിസിയോതെറാപ്പി നൽകി. അവനി പ്രൊജക്ടിന്റെ ഭാഗമായി മാർച്ച് 18-ന് പ്രകൃതിയും പ്ലാസ്റ്റിക് ഉപഭോഗം കൊണ്ടുള്ള പ്രത്യാഘാതം എന്ന വിഷയത്തിൽ സമം അശോകന്റെ നേതൃത്വത്തിൽ ഒരു സെഷൻ സംഘടിപ്പിച്ചു. കൂടാതെ ഏപ്രിൽ മാസത്തിൽ ഭൗമദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കിടയിൽ ഒരു പോസ്റ്റർ ഡിസൈനിങ് മത്സരവും സംഘടിപ്പിച്ചു. ഇടം മാഗസിൻ ആകർഷകമായ ഒട്ടനവധി സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പുതിയ ലക്കങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഉണർവ് പ്രൊജക്ടിന്റെ ഭാഗമായി മാർച്ച് 11-ന് പയ്യന്നൂർ കോളേജിൽ വെച്ച് ജീവിതമാണ് ലഹരി എന്ന വിഷയത്തിൽ മൈൻഡ് അംഗം അഞ്ജലി സണ്ണിയുടെയും കൂട്ടു വളണ്ടിയർ നിയാസ് നാസറിന്റെയും നേതൃത്വത്തിൽ ഒരു സംവാദം സംഘടിപ്പിച്ചു. വി പ്രൊജക്ടിന്റെ ഭാഗമായി മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം പ്രമാണിച്ച് വനിതാ എഡിറ്റോറിയൽ കോർഡിനേറ്റർ സീന ടോണി ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സെഷൻ സംഘടിപ്പിച്ചു. ഐടോക് പ്രൊജക്ടിന്റെ ഭാഗമായി ഏപ്രിൽ 13-ന് പുതുതലമുറക്കിടയിലെ അക്രമവാസന എന്ന വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിക്കുകയുണ്ടായി. ഇതോടെ റീമൈൻഡ് ഇവിടെ പൂർണ്ണമായി. ഇനി അടുത്ത മാസം കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.